നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളം നിറയാൻ UDF 100 സീറ്റുകളിലധികമാണ് ലക്ഷ്യം. സുൽത്താൻ ബത്തേരി നേതൃക്യാമ്പ് പകർന്ന ഊർജ്ജത്തിലാണ് നീക്കം. അധിക സീറ്റ് നൽകണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. റോഷിബാൽ ചേരുന്നു. റോഷിബാൽ, സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലൊക്കെയുള്ള തീരുമാനം വളരെ പെട്ടെന്നുണ്ടാവുമെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഏറ്റവും വലിയ നീക്കം UDF നടത്തുന്നത് എങ്ങനെയാണ്? ഒരുങ്ങിയിറങ്ങാനുള്ള ഒരു പ്ലാൻ, അത് ക്യാമ്പിലടക്കം ഉണ്ടായിട്ടുള്ള ഒരു ആത്മവിശ്വാസം, വിലയിരുത്തലുകളിൽ 100-ലധികം സീറ്റ് എന്ന ലക്ഷ്യം, അതിൽ 85 ഉറപ്പിച്ചു എന്നുള്ള വിലയിരുത്തലുകൾ, എന്താണ് UDF ക്യാമ്പിന്റെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ? റോഷി, വയനാട് സുൽത്താൻ ബത്തേരിയിൽ നടന്ന നേതൃ ക്യാമ്പിലെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ മിഷൻ 2026 ആ പ്ലാൻ ഉദ്ദേശിച്ചതിന് ആ പ്ലാൻ വെച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമാവുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങുക എന്ന് തന്നെയാണ്. നേതാക്കളൊന്നാകെ ജനങ്ങളിലേക്ക് ഇറങ്ങും, പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്തും, സംഘടന ആവശ്യമുള്ളിടങ്ങളിൽ നേതൃമാറ്റമുണ്ടാകും. അങ്ങനെ SIR അതിൻ്റെ തുടർച്ചയായുള്ള വോട്ട് ചേർക്കലടക്കം സജീവമാക്കിക്കൊണ്ട് ശക്തമായി മുന്നോട്ട് പോകുക, ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, വിവിധ വിഷയങ്ങളിൽ സർക്കാരിനെതിരെയുള്ള സമരം ശക്തമാക്കുക. അങ്ങനെ മുഴുവൻ സമയം പ്രവർത്തകരെ സജീവമാക്കി നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോവുക. ഏതാണ്ട് 100 ദിവസത്തെ കർമ്മ പദ്ധതിയാണ് UDF ആസൂത്രണം ചെയ്തത്. സീറ്റ് വിഭജനവും ഒപ്പം സ്ഥാനാർത്ഥി നിർണയമൊക്കെ നേരത്തെ നടത്തും. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കും. വിജയസാധ്യത മാനദണ്ഡമാക്കി തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയം നടക്കുക. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 100 സീറ്റിൽ ജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് UDF നേതൃത്വത്തിനുള്ളത്. ആ തരത്തിൽ തന്നെയാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. 100 സീറ്റോടുകൂടി അധികാരത്തിലെത്തുമെന്ന് തന്നെ കണക്ക് കൂട്ടിയുള്ള തന്ത്രങ്ങളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ്, പ്രത്യേകിച്ച് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ ആക്കാൻ വേണ്ടി നിരവധി വിഷയങ്ങൾ, അത് സംസ്ഥാന സർക്കാരിനെ മാത്രമല്ല കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങളുണ്ടാകും. ജനകീയ വിഷയങ്ങൾ ഒന്നൊന്നായി ഉയർത്തിക്കൊണ്ടുവരും. നിയമസഭാ സമ്മേളനത്തിലടക്കം വിവിധ വിഷയങ്ങളുണ്ടാകും. അങ്ങനെ ജനകീയമായ പ്രക്ഷോഭങ്ങളിലൂടെയും ജനങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവരുടെ അഭിപ്രായം തേടിയും ഒക്കെ മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. തന്ത്രങ്ങൾ മെനഞ്ഞ് കൂടുതൽ ആത്മവിശ്വാസത്തോടെ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കി ഒറ്റക്കെട്ടായി ഇറങ്ങാനുള്ള UDFന്റെ തീരുമാനം, അതെത്രത്തോളം നടപ്പിലാവും? ലക്ഷ്യ 2026 അതേതൊക്കെ തരത്തിലാണ് ഇനി ജനങ്ങളിലേക്ക് എത്താൻ പോകുന്നത്, ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്? പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള യാത്രയടക്കമാണ് പദ്ധതി.